ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 2025 ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുവാനുള്ള ഡേറ്റ് നമുക്ക് മാർച്ച് 14 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുന്നത് കുറേ സ്ഥലങ്ങളിൽ നമ്മളുടെ റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള കുറേ സെൻറ്റേഴ്സുകളിൽ സീറ്റ് ഫുള്ളാണ്, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. പ്രത്യേകിച്ച് വടകര റീജിയണൽ സെൻറ്ററിൽ വരുന്ന കോളേജുകളിലാണ് ഈ സീറ്റ് ഫുൾ എന്നുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കാറുള്ളത്. ആരാണോ ആദ്യം തന്നെ ഈ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സുകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് അവർക്ക് ഉണ്ടായ പ്രോബ്ലമാണ് ഈ ഒരു ഡ്രാഫ്റ്റ് എന്ന് കാണിക്കുന്നത്. അതായത് അവർ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്ത് അവർ പണമൊക്കെ അടച്ചു. എന്നാൽ എക്സാം രജിസ്ട്രേഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അവിടെ സ്റ്റാറ്റസിൽ ഡ്രാഫ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എടുത്ത അതേ പോർട്ടലാണ്. അവിടെ കാണാം നമുക്ക് ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ, അതിൻ്റെയൊക്കെ താഴെയായിട്ട് രജിസ്ട്രേഷൻ ഹിസ്റ്ററി എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. ഒരു റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, നമ്മൾ ഏത് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ടൈപ്പ് എന്താണ്, അതുപോലെ നമ്മളുടെ എക്സാമിനേഷൻ്റെ സ്റ്റാറ്റസ്. ഇവിടെ നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം ഡ്രാഫ്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എക്സാം ഫോം കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് പൂർണ്ണമായി കഴിഞ്ഞ് എന്നാണെങ്കിൽ അവിടെ സബ്മിറ്റഡ് എന്നാണ് വരേണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ ഡ്രാഫ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രാഫ്റ്റിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ആക്ഷൻ എന്നുള്ളിടത്ത് വ്യൂ എന്നാണുള്ളത്. അവിടെ പ്രിന്റ് എന്നാണ് നമുക്ക് വരേണ്ടത്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രിന്റ് ആണ് അവിടെ വരേണ്ടത്. നോക്കുകയാണെങ്കിൽ വ്യൂ എന്നാണ് ഇതുപോലെ ഉണ്ടാവുക. ആദ്യം തന്നെ നമ്മളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഇവിടെ കോഴ്സ് സെലക്റ്റഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നോ കോഴ്സസ് സെലക്റ്റഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് ആണ്, സബ്മിഷൻ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. അപ്പോൾ പല ആൾക്കാരുടെയും വിചാരം ഇങ്ങനെ വന്നാൽ നമ്മുടെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടില്ല, നമ്മുടെ പേയ്മെൻറ്റ് നഷ്ടമായി എന്നുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലരുടെയും ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ മെനു ബാറിലേക്ക് തിരിച്ചു പോകാം. അവിടെ പേയ്മെൻറ്റ്സ് എന്ന് കാണാം. ഈ ഒരു പേയ്മെൻറ്റ്സിൽ മൈ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഫൈനൽ സ്റ്റാറ്റസ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രാഫ്റ്റ് എന്നാണുള്ളത്. അതുപോലെ പേയ്മെൻറ്റ് ഡേറ്റോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. എത്ര ഫീ ആണ് നമ്മൾ അടച്ചിട്ടുള്ളത് എന്ന് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ചെക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ആർ യു ഷുവർ യു വാണ്ട് ടു ഡു ദ സ്റ്റാറ്റസ് ക്വറി, അതിൽ ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വരും ഗ്രേറ്റ് സ്റ്റാറ്റസ് ഫീ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് എന്ന് കാണാം. അതിന് താഴെയായിട്ട് നിങ്ങൾ നേരത്തെ നോക്കിയ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസിൽ നേരത്തെ ഡ്രാഫ്റ്റ് എന്നുണ്ടായ ഭാഗത്ത് ഇപ്പോൾ പെയ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പെയ്ഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഫീ പോയതിനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൂഫ് മതിയായിരിക്കും അതിന്. ഇനി നമുക്ക് നമ്മളുടെ രജിസ്ട്രേഷൻ ഹിസ്റ്ററി ഒന്നുകൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് മെനുവിലേക്ക് പിന്നെയും പോവുക. അതിൽ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ ഹിസ്റ്ററി എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ എന്താണ് ഇപ്പോൾ സ്റ്റാറ്റസ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് കാണാം സബ്മിറ്റഡ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ എന്നുള്ള ഭാഗത്ത് പ്രിന്റ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് എന്നുള്ള ഭാഗത്ത് ഇപ്പോൾ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ എന്നുള്ള ഭാഗത്ത് പ്രിന്റ് എന്നും ആയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ രജിസ്ട്രേഷൻ നമുക്കൊന്ന് പ്രിന്റ് എടുത്ത് നോക്കാം. പ്രിന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇൻവാലിഡ് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഒരു രജിസ്ട്രേഷൻ പൂർണ്ണമാകുന്നത് അതിന്റെ പ്രിന്റ് കൂടി നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോഴാണ്. ആ ഒരു പ്രിന്റ് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രിന്റ് എടുക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് ആ ഒരു ടൈം തന്നെ നമുക്ക് പ്രിന്റ് കിട്ടും. എന്നാൽ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഈ ഒരു പോർട്ടലിലേക്ക് നിങ്ങൾ കയറി നോക്കുക. അതിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ്
പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്കിതാ ഗ്രേറ്റ് യു ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ദ എക്സാമിനേഷൻ ഫോം എന്ന് വന്നിട്ടുണ്ടാകും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് താഴെ വന്നിട്ടുണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്കത് ഫോണിൽ സേവ് ചെയ്ത് വെക്കാം, അതല്ല എങ്കിൽ പ്രിന്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇതുപോലെ ഡ്രാഫ്റ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. അതുപോലെ ചില സമയങ്ങളിൽ നമ്മുടെ പേയ്മെൻറ്റ് അധികമായിട്ട് പോവുകയോ അതല്ല എങ്കിൽ വേറെ വല്ല എമൗണ്ടും അധികമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്